അർഹരായ അംഗങ്ങൾക്ക് പ്രതിമാസം കുറഞ്ഞത് 3500 രൂപ പെൻഷൻ ലഭിക്കും. നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രവാസികളും മുൻ പ്രവാസികളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ക്ഷേമ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിൻ്റെ പ്രവാസി ക്ഷേമനിധി പെൻഷൻ. വർഷങ്ങളോളം സ്വന്തം കുടുംബത്തിനും നാടിനും വേണ്ടി വിദേശത്ത് ജോലി ചെയ്ത നിരവധി പ്രവാസികളുണ്ട്. എന്നാൽ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്ഥിരമായ വരുമാനമില്ലാത്ത സാഹചര്യം പലർക്കും ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള പ്രവാസികൾക്ക് വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവാസി ക്ഷേമനിധിയിലൂടെ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. പ്രവാസി ക്ഷേമനിധി അംഗങ്ങൾക്ക് മാസം എത്ര രൂപ പെൻഷൻ ലഭിക്കും? ഔദ്യോഗിക വിവരമനുസരിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസി കേരളീയർ ഉൾപ്പെടുന്ന 1A വിഭാഗത്തിലെ അർഹരായ അംഗങ്ങൾക്ക് പ്രതിമാസം കുറഞ്ഞത് 3500 രൂപ പെൻഷൻ ലഭിക്കും. വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ മുൻ പ്രവാസികൾ ഉൾപ്പെടുന്ന 1B വിഭാഗത്തിനും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി കേരളീയരുടെ 2A വിഭാഗത്തിനും കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 60 വയസ്സ് പൂർത്തിയായി എന്നതുകൊണ്ട് മാത്രം ഈ പെൻഷൻ ലഭിക്കില്ല. കേരള പ്രവാസി കേരളീയ ക്ഷേമനിധിയിൽ അംഗമായിരിക്കണം. കൂടാതെ കുറഞ്ഞത് 5 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ തുടർച്ചയായി അംശദായം അടച്ചിരിക്കണം. അംഗത്വവും അംശദായവും വളരെ പ്രധാനമാണ്. പലരും വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ക്ഷേമനിധിയിൽ അംഗമാകും. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കൃത്യമായി അംശദായം അടയ്ക്കും. പിന്നീട് മറന്നുപോകും. വർഷങ്ങൾ കഴിഞ്ഞ് പെൻഷൻ പ്രായമാകുമ്പോഴാണ് പഴയ മെമ്പർഷിപ്പ് കാർഡ് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. ക്ഷേമ ബോർഡിൻ്റെ ഓൺലൈൻ സംവിധാനത്തിൽ സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ് വിവരങ്ങളും പെൻഡിംഗ് എമൗണ്ടും പരിശോധിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം, കുടുംബ പെൻഷൻ. പെൻഷന് അർഹത നേടിയ അംഗം മരണപ്പെട്ടാൽ നിയമാനുസൃത നോമിനിക്ക് കുടുംബ പെൻഷൻ അർഹത ലഭിക്കാം. ഔദ്യോഗിക വിവരമനുസരിച്ച് അർഹമായ പ്രതിമാസ വാർദ്ധക്യ പെൻഷൻ തുകയുടെ 50% കുടുംബ പെൻഷനായി ലഭിക്കുക. അതായത് ഇത് അംഗത്തിന് മാത്രം ലഭിക്കുന്ന ഒരു ആനുകൂല്യം എന്ന രീതിയിൽ കാണേണ്ടതില്ല. ചില സാഹചര്യങ്ങളിൽ കുടുംബത്തിനും സാമ്പത്തിക പിന്തുണ നൽകുന്ന ഒരു സംവിധാനം കൂടിയാണിത്. ഇതിനു പുറമെ പ്രവാസി ക്ഷേമനിധിയിൽ മരണാനന്തര സഹായം ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. അംഗമായിരിക്കെ അസുഖമോ അപകടമോ മൂലം മരണപ്പെടുന്ന അർഹരായ അംഗങ്ങളുടെ ആശ്രിതർക്ക് അംഗത്തിൻ്റെ വിഭാഗമനുസരിച്ച് ധനസഹായം ലഭിക്കാനുള്ള വ്യവസ്ഥകളും ക്ഷേമ ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എങ്ങനെ അംഗമാകാം? അർഹരായ പ്രവാസി കേരളീയർ കേരള പ്രവാസി കേരളീയ ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്ത് പദ്ധതിയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് അംശദായം അടയ്ക്കണം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ക്ഷേമ ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ നൽകുമ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി നൽകുക. പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നോമിനിയുടെ വിവരങ്ങളും പരിശോധിക്കുക. കാരണം വർഷങ്ങൾക്ക് ശേഷം ലഭിക്കേണ്ട ഒരു ആനുകൂല്യമാണിത്. ഒരു ചെറിയ തെറ്റ് പിന്നീട് രേഖകൾ തിരുത്താനും ആനുകൂല്യം ലഭിക്കാനും ആവശ്യമായ അല്ലെങ്കിൽ അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കാം. എല്ലാ പ്രവാസികൾക്കും സ്വാഭാവികമായി പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയല്ലിത്. ക്ഷേമനിധിയിൽ അംഗത്വം, അംശദായം, കുറഞ്ഞ കാലയളവ്, പ്രായം തുടങ്ങിയ നിബന്ധനകൾ പാലിക്കുന്ന അർഹരായ അംഗങ്ങൾക്കാണ് പെൻഷൻ ലഭിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസിയാണെങ്കിലും നാട്ടിലേക്ക് തിരിച്ചെത്തിയ മുൻ പ്രവാസിയാണെങ്കിലും നിങ്ങളുടെ പ്രവാസി ക്ഷേമനിധി അംഗത്വവും അംശദായത്തിൻ്റെ നിലവിലെ സ്ഥിതിയും പരിശോധിക്കുക. നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലോ പ്രവാസികളുണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്കും എത്തിക്കുക. ഇത്തരം സർക്കാർ പദ്ധതികൾ, പെൻഷൻ അപ്ഡേറ്റുകൾ, റേഷൻ വിവരങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ എന്നിവ അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.